എന്തൊക്കെയാ അമ്മ ഇത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതെ, മോള് സൂക്ഷിക്കണേ. ചുറ്റും കൊല്ലാൻ നടക്കുന്നവരാ. പതുങ്ങിയിരുന്ന് നമ്മുടെ തലക്കടിക്കും. ചോര വരും. കട്ട പിടിച്ച ചോര. അമ്മ എന്തിനാ അമ്മ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? അമ്മയ്ക്ക് എന്താ പറ്റിയേ? അത് എന്തായാലും ഞാൻ പരിഹാരം ഉണ്ടാക്കാം അമ്മേ. മോളെ, എനിക്ക് പേടിയാടി. നിങ്ങളെയൊക്കെ ആരും കൊല്ലാൻ വരുന്ന പോലെ കണ്ണടച്ച അതാ കാണുന്നത്. മോളെ, നീ അമ്മ അമ്മ നോക്ക്, ഒന്നുമില്ല മോളെ, എല്ലാം തോന്നല. പേടി. ഞാനിരിക്കാം അമ്മയുടെ കൂടെ. എത്ര നേരം വേണമെങ്കിലും ഞാനിരിക്കാം. മോളെ, നീ സൂക്ഷിക്കണേ. നീ സൂക്ഷിക്കണം. അമ്മ വന്നേ, നമുക്ക് മുറിയിലേക്ക് പോകാം. ഇവിടെ ഈ ദൈവങ്ങളുടെ ഇടയിൽ ഇരിക്കുമ്പോഴാ എനിക്കൊരാശ്വാസം. ഇവരൊക്കെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യവാ. അമ്മ അമ്മ ഇപ്പൊ ഞാൻ കൂടെ ഇല്ലേ? പക്ഷേ പിന്നെന്തിനാ അമ്മ പേടിക്കുന്ന? നീ സൂക്ഷിക്കണം മോളെ. എന്റെ മക്കളെ സൂക്ഷിക്കണേ. ഞാൻ സൂക്ഷിച്ചോളാം. അമ്മ വന്നേ അമ്മ. വാ അമ്മ. അത് എനിക്ക് അമ്മ അമ്മ വാ. മോള് സൂക്ഷിക്കണേടി. സൂക്ഷിക്കണേ. സൂക്ഷിക്കണേ. അമ്മയ്ക്ക് പേടിയാ? ഒന്നുമില്ല അമ്മ, പേടിക്കണ്ട. ഞാനില്ലേ. വാ അമ്മ വാ. എന്നിട്ടും അവൾക്കെതിരെ ആളെ വിട്ടത് എന്തിനായിരുന്നു അച്ഛാ? ഞങ്ങൾ അച്ഛനൊരു ഭാരമായിരുന്നെങ്കിൽ പിറന്നു വീണപ്പോഴേ ഞങ്ങളെ ഇങ്ങ് കൊന്നു കളഞ്ഞൂടായിരുന്നോ? വളർത്തി വലുതാക്കി സ്നേഹം തന്ന് കൊതിപ്പിച്ചിട്ട് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കുക. അറക്കാൻ വളർത്തുന്ന മാടിന്റെ അടുത്ത് പോലും ഇത്രയും ക്രൂരത ആരും കാണിക്കില്ല. ഇത്രയും ക്രൂരനാവാൻ അച്ഛൻ എങ്ങനെയാ കഴിയുന്നത്? എന്താ മഹേട്ടാ, എന്താ നിങ്ങൾക്ക് ഉത്തരവില്ലാത്തത്? ഈ പറയുന്നതെല്ലാം പച്ച കള്ളമാണെന്ന് അവന്റെ മുഖത്ത് നോക്കി എന്താ പറയാത്തെന്നാ ഞാൻ ചോദിക്കുന്നേ. മഹേട്ടാ, ഈ പറയുന്നതെല്ലാം എനിക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങളാണെന്ന് പറ മഹേട്ടാ. പറയില്ലമ്മേ, ഈ മനുഷ്യൻ പറയില്ല. കൊല്ലും കൊലയും നടത്തി ജീവിതം കാൽച്ചോട്ടിലിട്ട് ചവിട്ടിമതിച്ച് ജീവിക്കുന്നവർക്ക് എന്ത് മക്കൾ, എന്ത് ഭാര്യ? തടസ്സങ്ങൾ നീക്കണം. അതിപ്പം മുന്നിൽ വന്ന് പെടുന്നത് മകനായാലും മകളായാലും മാണിക്കോത്ത് മഹേന്ദ്രൻ അങ്ങ് തീർക്കും. അമ്മയൊന്ന് കരുതിയിരുന്നോ? എപ്പോഴാ തലയ്ക്ക് മുകളിൽ കാലഭൈരവന്റെ വിളി വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ആരാച്ചാർ കാണമ്മേ അമ്മ ചോറ് വെച്ചു കൊടുക്കുന്നത്. ഇത്രയും നേരം നീ എന്റെ വീട്ടിൽ കിടന്ന് വായിട്ടലച്ചത് ഞാനങ്ങ് സഹിക്കുക. പക്ഷേ ഇനി നീ എന്തെങ്കിലും പറഞ്ഞ ഞാൻ ആരാണെന്ന് നീ അറിയും. ഇനി അറിയാൻ എന്തിരിക്കുന്നു? സ്വന്തം മകൾക്കെതിരെ കൊട്ടേഷൻ കൊടുത്ത ഒരച്ഛൻ. മക്കളെക്കാൾ അഭിമാനത്തിനല്ലേ അച്ഛൻ വില കൽപ്പിക്കുന്നത്. പക്ഷേ അച്ഛൻ ഒന്നോർത്തോ, ആ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടിയല്ലേ അച്ഛൻ ഈ പരാക്രമം മുഴുവൻ നടത്തിയത്. എങ്കിൽ അച്ഛൻ ഒന്നോർത്തോ, മാണിക്കോത്ത് മഹേന്ദ്രന്റെ മകനാണ് ഈ ശിവനെങ്കിൽ അവരുടെ കല്യാണം ഞാൻ നടത്തിയിരിക്കും. എങ്കിൽ നീ നടത്തി കാണിക്കടാ. എങ്കിൽ നീ തന്റെ ഇടമുള്ള ചുണയുള്ള ആണാണെന്ന് ഞാൻ പറയും. നടത്താൻ തന്നെ പോകുന്നത്. മക്കൾക്ക് നേരെ ആയുധവുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കല്ലേ. ധൈര്യം ഉണ്ടെങ്കിൽ അച്ഛനെ ഒന്ന് തടയേ. ഈ ശിവൻ ആരാണെന്ന് ആ നിമിഷം അച്ഛനും അറിയും, അച്ഛന്റെ ഗുണ്ടാപ്പടകളും അറിയും. മാണിക്കോത്ത് മഹേന്ദ്രന്റെ മകൻ ശിവൻ തന്നെയായി പറയുന്നത്. എന്ത് പറ്റി സത്യമേ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഈ പ്രായത്തില് എനിക്കിനിയൊന്നും പറ്റാനുമില്ല. പക്ഷേ
അതുപോലല്ല നീ. കളക്ടറാണെന്നും പറഞ്ഞ് ഏത് പാതിരാത്രിയിലും എങ്ങനെ നടക്കാന്നാണോ? അങ്ങനെ നടക്കുന്നവരെ ഈ സമൂഹം ഏത് രീതിയിലാണ് കാണുന്നതെന്ന് വല്ല ചിന്തയുണ്ടോ? വിഷ്ണു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നിന്നോട് ഇങ്ങനെയൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലായിരുന്നു. കാരണം ഈ പറയുന്നവരൊക്കെ വാ മൂടിക്കെട്ടാൻ അവന്റെ സാന്നിധ്യം ഒന്നും മാത്രം മതിയായിരുന്നു. സത്യമേ, ചില അത്യാവശ്യ കാര്യങ്ങൾ വരുമ്പോ രാത്രിയിൽ ഇറങ്ങി നടക്കേണ്ട ഒരു അത്യാവശ്യവും നമുക്ക് വേണ്ട. ഇനി ഒഴിവാക്കാൻ പറ്റാത്തതാണെങ്കിൽ ആരെങ്കിലും കൂട്ടിക്കൊണ്ടുപോകണം കൂടെ. കാലം വല്ലാത്ത കാലമല്ലേ. ജയിക്കാൻ വേണ്ടി എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഞാനൊന്ന് വീട് വരെ പോയതാ സത്യമേ. അമ്മയ്ക്ക് തീരെ സുഖമില്ല. എന്തൊക്കെയോ പിച്ചും പിയ്യൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ച് എല്ലാം കൂടി തലയിൽ കെട്ടിവെച്ചിരിക്കുക. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നേറുന്ന അമ്മയുടെ അവസ്ഥ കണ്ടപ്പോ ഞാനും ഒന്ന് പതറി. അത്രയ്ക്ക് ആവശ്യതയോടെ അമ്മയെ പേടിക്കുന്ന. അതുകൊണ്ട് ഫോൺ വന്നപ്പോ മറ്റൊന്നും ചിന്തിച്ചില്ല. എങ്ങനെയെങ്കിലും അമ്മയെ ഹോസ്പിറ്റലിലാക്കണമെന്നുള്ള ചിന്തയുണ്ടായിരുന്നുള്ളൂ. അയ്യോ, ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു മോളെ. അല്ല, ഇപ്പം എങ്ങനെയുണ്ട് ശാരദാമ്മയ്ക്ക്? ചികിത്സ വേണ്ടത് അമ്മയുടെ മനസ്സിന്. ചിന്തകൾ കുത്തി നിറച്ചു സ്വയം നേറിത്തീരുക. എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്നും അതിന്റെ ഫലവ താനെ അനുഭവിക്കുന്നതെന്നൊക്കെ ഇരുന്നങ്ങ് പറയും. ദാ വരുന്നു.